ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. അങ്ങനെ പോലീസ് സ്റ്റേഷനിലായിരിക്കുകയാണ് നമ്മുടെ മീനാക്ഷി. ഒരു തെറ്റും ചെയ്യാതെ തന്നെ മീനാക്ഷി പോലീസ് സ്റ്റേഷൻ കയറേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ്. തനിക്ക് ഈ വന്ന അവസ്ഥയിൽ നെഞ്ചുരുകയാണ് മീനാക്ഷി പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ബാലനും മിത്രയും ആകാശം കൂടെ അവിടെ ചെല്ലുകയാണ്. അപ്പോൾ ബാലൻ മിത്രയുടെ കാര്യങ്ങളൊക്കെ തിരക്കുക, എന്തൊക്കെയാണ് നടന്നതെന്ന് മിത്ര എല്ലാ കാര്യങ്ങളും പറഞ്ഞറിയിക്കുക. അപ്പം അവിടെ നിന്ന് ഒരു പോലീസുകാരനോട് നമ്മുടെ ബാലൻ ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് മീനാക്ഷി ഇന്ന് കൂട്ടിക്കൊണ്ട് വന്ന ആ കുട്ടി ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുക. എസ് ഐ സാർ ഇപ്പോൾ ഇവിടെ ഇല്ല, വേറൊരു പ്രതിയെ പൊക്കാൻ പോയിരിക്കുക, നിങ്ങൾ തൽക്കാലം കയറി കണ്ടോ എന്ന് അനുമതി കൊടുക്കുകയാണ് കേട്ടോ. അപ്പം തന്നെ നമ്മുടെ ബാലനും മിത്രയും ആകാശം കൂടി മീനുവിൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ്. അപ്പം മിത്ര മീനു ചേച്ചി എന്ന് പറഞ്ഞ് പോയി കെട്ടിപ്പിടിക്കുക. എൻ്റെ മീനു ചേച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ഞങ്ങൾക്കറിയാം, ഞങ്ങൾ എന്ത് ചെയ്താണേലും മീനു ചേച്ചി പുറത്ത് കൊണ്ടുവരും, ചേച്ചി ധൈര്യമായിട്ടിരിക്കുക എന്ന് പറഞ്ഞ് കരയുവേ. ഇത് കാണുന്ന മീനു പറയും, മോള് സങ്കടപ്പെടണ്ട, എനിക്ക് ഒരു വിഷമവും ഇല്ല, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം എന്ന് പറയാം. അപ്പം ബാലനും പറയും, മോൾ ഒന്നുകൊണ്ട് സങ്കടപ്പെടണ്ട, മോള് സത്യസന്ധ്യയായിട്ടുള്ളൊരു സർക്കാർ ഉദ്യോഗസ്ഥയാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും സഹായം ചെയ്തതല്ലാതെ ആരുടെ കയ്യിൽ നിന്നും പ്രതിഫലമായി ഒരു മിഠായി പോലും മോള് മേടിച്ചിട്ടില്ലെന്നും അറിയാം. മോളെ ഈ പോലീസ് സ്റ്റേഷനിൽ കിടത്താനൊന്നും അച്ഛൻ സമ്മതിക്കില്ല, എന്ത് ചെയ്തിട്ടാണെങ്കിലും അച്ഛൻ മോളെ പുറത്തിറക്കും എന്ന് പറയാൻ കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും മീനാക്ഷി പറയും, എനിക്ക് സങ്കടമൊന്നും ഇല്ല അച്ഛാ, ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം. മീനു എന്നും പറഞ്ഞ് ആകാശപ്പം അടുത്തേക്ക് ചെല്ലാണ് കേട്ടോ. ആകാശിനെ കാണുമ്പോൾ മീനാക്ഷിക്ക് ഒരുപാട് ദേഷ്യം വരിക. ആകാശിനെ മീനാക്ഷി തെറ്റിദ്ധരിക്കുകയാണ്. ആകാശിന് ഇപ്പം സന്തോഷമായി കാണുമല്ലോ അല്ലേ എന്ന് ചോദിക്കുക. എന്താ മീനു നീ പറയുന്നേ? മിണ്ടിപ്പോകരുത് ആകാശ്, എൻ്റെ ജോലി എത്ര തറവേല ചെയ്തിട്ടാണെങ്കിലും തെറിപ്പിച്ച് കളയുമെന്ന് പറഞ്ഞപ്പം ഞാനൊരു തമാശ പറയുന്നതാകുമെന്നാണ് കരുതിയത്. ആകാശിന് എന്നോട് ഇത്രയ്ക്കും പകയുണ്ടാകുമെന്ന് ഞാൻ കരുതിയില്ല. ഒരു കള്ളക്കേസിൽ എന്നെ കൊടുക്കാൻ മാത്രം പ്രതികാര ബുദ്ധിയോടെ ആകാശ് എന്നെ കാണുന്നതെന്ന് ഞാൻ കരുതിയില്ല എന്നും പറഞ്ഞ് അവിടെ നിന്ന് മീനു കരയാണ് കേട്ടോ. മീനു, നീ എന്താ പറയുന്ന മോളെ? നിന്നോട് ഞാൻ അങ്ങനൊരു തെറ്റ് ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീ എൻ്റെ ഭാര്യയല്ലേ, വെറുതെ നിന്നെ വാശി കയറ്റാൻ വേണ്ടി അതും ഇതും പറയുമെന്നല്ലാതെ ഒരിക്കലും നിനക്ക് ദ്രോഹം വരുന്നതൊന്നും ഞാൻ ചെയ്യത്തില്ല എന്ന് ആകാശ് പറയും കേട്ടോ. അപ്പം മീനുവിൻ്റെ ആ വാക്കുകൾ കൂടി കേൾക്കുമ്പോൾ ബാലൻ ഒരുപാട് ദേഷ്യം വരികയാണ്. മോളെ നീ എന്താ പറയുന്നേ? ഇവനാണോ മോളോട് ഇങ്ങനൊരു ചതി ചെയ്തത്? അതെ അച്ഛാ, ആകാശിനല്ലാതെ ആരോടാ എന്നോട് ഇത്രയേറെ പ്രതികാരദാഹം ഉള്ളത്? ആകാശ് പലപ്പോഴും പറയാറുണ്ടായിരുന്നു എൻ്റെ ജോലി എങ്ങനെയെങ്കിലും തർപ്പിക്കുമെന്ന്, അതിനായിട്ട് എത്ര തരം താഴാനും ആകാശ് ശ്രമിക്കുമെന്ന്. പക്ഷേ ഇങ്ങനൊരു കാര്യം ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അല്ലാതെ വീണ മേഡത്തിന് എന്നോട് എന്ത് ദേഷ്യമുള്ളത്? ആകാശ് കാരണോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറഞ്ഞ് മീനു വീണ്ടും ബാലന് മുന്നിൽ നിന്ന് കരയാണ് കേട്ടോ. മോള് സങ്കടപ്പെടണ്ട, ഇവൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അച്ഛൻ ഇവന് വേണ്ട ശിക്ഷ കൊടുത്തോളാം, മോളെ എത്രയും വേഗം ഞാൻ ജാമ്യത്തിൽ ഇറക്കിക്കോളാം എന്ന് പറയാം. അതൊന്നും വേഗം നടക്കില്ല അച്ഛാ, നാളെ കഴിഞ്ഞും കോടതി അവധിയാ, എന്നെ ഇനി തിങ്കളാഴ്ച അവർ കോടതിയിൽ എത്തിക്കൂ, അവിടുന്ന് ജാമ്യം കിട്ടാൻ പറ്റുള്ളൂ എന്ന് പറയാണ്. അയ്യോ, അപ്പോൾ 2 ദിവസം മീനു ചേച്ചി ഈ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കേണ്ടി വരുമോ എന്ന് മിത്ര ചോദിക്കുകയാണ്. അതേ മോളെ, സാരമില്ല, ഇതെന്റെ വിധിയാ, എല്ലാവരെയും കണ്ണു അടച്ച് വിശ്വസിച്ചതിന് ദൈവം എനിക്ക് തന്ന ശിക്ഷയാ. ഒരു തെറ്റും ചെയ്യാതെ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങണമെന്ന് എനിക്ക് തലയിൽ എഴുതിയിട്ടുണ്ടാകും, അത് മാഞ്ഞാൽ പോകില്ലല്ലോ എന്ന് പറയണം കേട്ടോ. അപ്പോഴത്തേക്കും ബാലൻ പറയും, മോള് സങ്കടപ്പെടണ്ട, അച്ഛൻ കൂടെ തന്നെ ഉണ്ട്, മോളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോകത്തില്ല, അകത്തിരിക്കാനല്ലേ പറ്റാതുള്ളൂ, ഞങ്ങൾ പുറത്ത് മോക്ക് കാവലായിട്ട് ഇരിക്കുന്നുണ്ടാവും, അതൊന്നും സാരമില്ല അച്ഛാ, എനിക്ക് ഒരു സങ്കടവും ഇല്ല, എനിക്കറിയാം എൻ്റെ മോള് നല്ല ധൈര്യമുള്ള കൂട്ടത്തിലാണെന്ന് ബാലൻ പറയൂട്ടോ. മോള് സങ്കടപ്പെടാതെ, അച്ഛൻ പുറത്തു തന്നെ ഉണ്ട് എന്ന് പറയണേ. പെട്ടെന്നൊരു പോലീസുകാരൻ അങ്ങോട്ട് വന്നിട്ട് പറയും, മതി സംസാരിച്ചത്, കൈക്കൂലി കേസിലെ പ്രതിയോടൊക്കെ ഇത്രയ്ക്കും ഔദാര്യം ഞങ്ങൾ തന്നത് തന്നെ വലിയ കാര്യമാണ് എന്ന് പറയൂട്ടോ. അത് കേൾക്കുന്ന ബാലൻ പറയും, സാർ നിങ്ങൾ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുന്നതാ, എൻ്റെ മോള് ഒരിക്കലും ഒരു കൈക്കൂലി മേടിക്കുന്ന കുട്ടിയല്ല, നിങ്ങൾക്ക് ഇവളെ പറ്റി അറിയാഞ്ഞിട്ടാ എന്ന് പറയാം. എല്ലാ പ്രതികളും ഇങ്ങനെയൊക്കെ തന്നെയാണ് പറയുക എന്ന് കരുതി അതൊക്കെ ഞങ്ങളങ്ങ് വിശ്വസിക്കണമല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. മോളെ അച്ഛൻ പുറത്തുണ്ടാകും എന്നും പറഞ്ഞിട്ട് ബാലൻ മിത്രയും കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് പോവാണ് കേട്ടോ. അതേസമയം ആകാശം നെഞ്ചുരുകി പുറത്ത് തന്നെ നിൽക്കുക. നമ്മുടെ മീനാക്ഷി ഇറങ്ങിപ്പോകാൻ പറയുന്നുണ്ട് തൻ്റെ മുന്നിൽ നിന്ന് ആകാശിനോട്. മീനാക്ഷി വല്ലാതെ തന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവിൽ ആകാശ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുക. അപ്പം ആകാശിൻ്റെ അടുത്തേക്ക് ബാലൻ ചെല്ലുകയാണ്. എന്നിട്ട് കവിളത്ത് അടി കൊടുക്കുകയാണ്. നിനക്ക് എങ്ങനെ തോന്നിയടാ പാപം പിടിച്ച ആ പെണ്ണിനെ ഇങ്ങനെ ചതിക്കാൻ? നിന്നെ വിശ്വസിച്ച് അച്ഛനെ അമ്മേനെ ഒക്കെ ഉപേക്ഷിച്ച് ഇറങ്ങി വന്നവളല്ലേ അവള്, അവളോട് ഇങ്ങനെ തന്നെ നീ തെറ്റ് ചെയ്യണം. എന്തൊരു പാവം പെണ്ണാ അത്, ധൈര്യത്തോടെ അത് നിൽക്കുന്നുണ്ടെങ്കിലും ആ കുഞ്ഞിൻ്റെ ഉള്ളുരുകുന്നത് എനിക്ക് കാണാൻ പറ്റും. സ്വന്തം ഭാര്യയെ ഏതെങ്കിലും ഭർത്താക്കന്മാര് ഈ രീതി ചതിക്കുമോ? ഇത്രയും നികൃഷ്ടജീവിയായി പോയോ എൻ്റെ മകൻ എന്നും ചോദിച്ച് ആകാശിനെ വീണ്ടും ബാലൻ തല്ലും കേട്ടോ.
അച്ഛ സത്യമായിട്ട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛ. മിത്രേ, അച്ഛ നിങ്ങളെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കുക. ഞാൻ അവളോട് വെറുതെ അങ്ങനെയൊക്കെ പേടിപ്പിക്കാൻ പറയുമെന്നല്ലാതെ അതൊക്കെ കളിക്ക് പറയുന്നതാ. അല്ലാതെ എൻ്റെ മിനുവിനോട് അങ്ങനൊരു തെറ്റ് ചെയ്യാൻ എനിക്ക് സാധിക്കുമെന്ന് അച്ഛൻ കരുതുന്നുണ്ടോ എന്ന് ബാലനോട് ചോദിക്കുകയാണ്. നിനക്കിതല്ല ഇതിൻ്റെ അപ്പുറവും നീ ചെയ്യൂടാ. ഇത്രയും നാളും നീ എന്തൊക്കെ പറഞ്ഞാലും ചെയ്താലും അതിനൊക്കെ അപ്പുറത്ത് നിനക്കെല്ലാവരോടും സ്നേഹമുണ്ടെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ സ്വന്തം ഭാര്യയോട് പോലും കരുണ കാണിക്കാത്ത നീ മറ്റാരോടാ ഇനിയിപ്പം ദയ കാണിക്കുന്നത്? പുഴുത്ത പട്ടിയുടെ സ്ഥാനം പോലും എൻ്റെ മനസ്സിൽ ഇനി നിനക്കില്ലടാ എന്നും പറഞ്ഞ് ബാലൻ വീണ്ടും ആകാശിനെ പിടിച്ച് തള്ളൂട്ടോ. പക്ഷെ ബാലൻ കൊടുക്കുന്ന ഓരോ അടികളും ആകാശിൽ നിന്ന് മേടിക്കുകയാണ്. കാരണം മീനാക്ഷി തന്നെ തെറ്റിദ്ധരിച്ചതിൽ നെഞ്ചുരുക്കി നിൽക്കുകയാണ് നമ്മുടെ ആകാശ്. ഇനിയിപ്പം ബാലൻ പറയുന്ന എന്ത് വാക്കുകളും കേൾക്കാൻ ആകാശ് തയ്യാറുമാണ്. അപ്പം മിത്ര പോയി ബാലനെ പിടിച്ചു മാറ്റും. വേണ്ട അങ്കിൾ, ഒന്നും ചെയ്യണ്ട ആകാശേട്ടനെ എന്ന് പറയാം. മോളെ, ആ പെണ്ണ് പറഞ്ഞ കേട്ടില്ലേ? അവളുടെ ജോലി തെറിപ്പിക്കാൻ വേണ്ടി ഇവനാണത്രേ ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയത്. പാവം പിടിച്ച ആ പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ കണ്ടില്ലേ ഒരു പ്രതിയെ പോലെ നിൽക്കുന്നത് എന്ന് പറയാണേ. എന്നിട്ട് മീനാക്ഷി അവിടെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പൊട്ടിക്കരയാണ് കേട്ടോ. എത്രയൊക്കെ ധൈര്യം കാണിക്കുന്നു പറഞ്ഞാലും മീനാക്ഷിക്ക് താങ്ങാൻ പോലും സാധിക്കുന്നില്ല ഇപ്പം കടന്നു പോകുന്ന അവസ്ഥ. ആകെ വേർത്തൊലിച്ച് വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന മീനാക്ഷിക്ക് ഒരു വനിതാ കോൺസ്റ്റബിൾ കൊണ്ടുപോയി കുറച്ച് വെള്ളം കൊടുക്കുക, കുടിക്ക് കുട്ടി എന്ന് പറഞ്ഞ്. ഇത് കാണുന്ന മറ്റൊരു പോലീസുകാരൻ വന്നിട്ട് പറയും, ഹോ, ഇവളധികം വെള്ളം കുടിക്കും, നാട്ടുകാരെ ഒരുപാട് വെള്ളം കുടിപ്പിച്ചവളല്ലേ, പാവം പിടിച്ച ആൾക്കാരോട് കൈക്കൂലി മേടിച്ചോ കഷ്ടപ്പെടുത്തിയിട്ടുള്ളവളല്ലേ, ഇവക്കൊന്നും ഒരു തുള്ളി വെള്ളം കൊടുക്കരുത് എന്ന് പറയാം. എനിക്ക് വെള്ളം വേണ്ട സാർ എന്ന് പറയാം. ഓ, അവളുടെ ഒരു ഔദാര്യം, വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ ഇനിയും നീ കുറേ അധികം വേർക്കും എന്ന് പറയണം കേട്ടോ. എന്നിട്ട് അയാൾ അവിടെ നിന്ന് അങ്ങ് പോവുക. അപ്പം ആ വനിതാ കോൺസ്റ്റബിൾ വന്നിട്ട് പാവം കുട്ടി എന്നും പറഞ്ഞ് മീനാക്ഷിയോട് സഹതാപം തോന്നുക. മോള് വെള്ളം കുടിക്കുക, മോള് നിരപരാധിയാണെന്ന് എനിക്കും തോന്നുന്നുണ്ട്, പക്ഷേ ഇവിടെ തെളിവുകൾക്കാ മോളെ പ്രാധാന്യം എന്ന് പറയുകയാണേ. അപ്പം മീനാക്ഷി ആകെ തകർന്ന് തരിപ്പണമായിട്ടിരിക്കുക. പോലീസുകാർ തങ്ങളെ പറയുന്ന ഓരോ കുറ്റവും കുറവുകളും മീനാക്ഷിയുടെ മനസ്സിൽ വല്ലാത്ത മുറിപ്പാടുകളായിട്ട് ഏൽക്കുകയാണ് കേട്ടോ. ഇതേസമയം ആനന്ദ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വീട്ടിൽ ലൈറ്റുകളൊന്നും ഇട്ടിട്ടില്ല, ഇരുട്ട് മൂടിക്കിടക്കുക. ഇതെന്താ, ഇവിടെ ആരും ഇല്ലേ, ഇതെന്തു പറ്റി, ഇരുട്ടത്ത് വീടിട്ടിരിക്കുന്നത്, പുറത്തു പോലും ലൈറ്റ് ഇട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി ചെന്ന് ബൾബ് ഇടുകയാണ് കേട്ടോ. ബൾബ് ഇടുമ്പോൾ ഹാളിൽ തന്നെ നമ്മുടെ അനു ഇരിപ്പുണ്ട്. അപ്പോൾ ഇരുട്ടത്ത് അനു ഇരിക്കുന്ന കാണുന്ന ആനന്ദ് അടുത്തേക്ക് ചെല്ലും. അനുമോളെ, നീ എന്താ ഇരുട്ടത്ത് വന്നിരിക്കുന്നത്, ഇതെന്താ ലൈറ്റൊന്നും ഇടാത്തത്, ഇവിടെ ഉള്ളവരൊക്കെ എന്തിയെ, അമ്മ എന്തിയെ എന്ന് ചോദിക്കുക. ആനന്ദേട്ട എന്ന് പറഞ്ഞ് അനു ആനന്ദിൻ്റെ മുന്നിൽ നിന്ന് ഒറ്റ കരച്ചിലാണ്. എന്തു പറ്റി മോളെ, നിന്നെ വീണ്ടും ആരെങ്കിലും വഴക്ക് പറഞ്ഞോ, എന്താ ഉണ്ടായത്, മോൾ എന്തിനാ കരയുന്നേ? മീനു ചേച്ചി പോലീസ് പിടിച്ചോണ്ട് പോയി ആനന്ദേട്ട എന്ന് പറയാം. മീനാക്ഷിയെ പോലീസ് പിടിക്കോ, എന്തിന്? അത് മീനു ചേച്ചി ഇന്ന് ചേട്ടന് കൊടുക്കാനുള്ള കാശ് ഇവിടെ റെഡിയാക്കി കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആകാശേട്ടൻ പറഞ്ഞിട്ടാന്നും പറഞ്ഞ് മീനു ചേച്ചിയുടെ കൂടെ ജോലി ചെയ്യുന്ന ആ വീണമേടമില്ലേ, അവരുടെ ഹസ്ബൻഡ് ഇവിടെ കൊണ്ട് തന്നത്. പക്ഷെ ആ കാശെടുത്ത് മിത്ര ഇടത്തിയുടെ കയ്യിലേക്ക് കൊടുക്കാൻ തുടങ്ങിയപ്പം എവിടുന്നോ വിജിലൻസും പോലീസുകാരും ഒക്കെ ഇവിടെ വന്നു. കൈക്കൂലി മേടിച്ച കാശാന്നൊക്കെ പറഞ്ഞിട്ട് അവർ സോഡിയം കാർബണേറ്റിൽ മീനു ചേച്ചിയുടെ കൈകൾ മുക്കി, അത് പിങ്ക് നിറവായി. എന്നിട്ട് കൈക്കൂലിക്കാരി എന്നും പറഞ്ഞ് മീനു ചേച്ചിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുപോയിക്കുക എന്ന് പറയാം. മിത്രയെടുത്തിയും അച്ഛനും ഒക്കെ അങ്ങോട്ട് പോയിരിക്കുക എന്ന് പറയാം. എന്താ മോളെ ഈ പറയുന്നേ, മീനുവിനെ കൈക്കൂലി കേസിൽ അറസ്റ്റ് ചെയ്യുകയോ? അതെ ഏട്ടാ, ഇവിടെ ആർക്കും ഒരു സമാധാനം ഇല്ല. മീനു ചേച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് അറിയാം, പക്ഷേ കൈക്കൂലി മേടിച്ചെന്നൊക്കെ പറഞ്ഞാൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിരിക്കുന്നത്, അതും പോലീസ് ജീപ്പിൽ. അത് അറിഞ്ഞപ്പോൾ തൊട്ട് അമ്മ തളർന്ന് കിടക്കുക എന്ന് പറയൂട്ടോ. അപ്പം നമ്മുടെ ആനന്ദിനും ഇതൊന്നും വിശ്വസിക്കാൻ സാധിക്കുന്നില്ലേ. ആനന്ദ് ദേഷ്യപ്പെട്ടുകൊണ്ട് റൂമിലേക്ക് ചെല്ലുക. റൂമിൽ ചെല്ലുമ്പം നമ്മുടെ ദേവിയും സങ്കടപ്പെട്ട് അവിടെ ഇരിക്കുകയാണ്. ദേവിയെ കാണുന്ന ആനന്ദിന് ദേഷ്യം കൂടുകയാണ്. നിനക്കിപ്പോൾ സമാധാനമായോടി എന്ന് ദേവിയോട് ചോദിക്കാം. ആനന്ദേട്ടൻ എന്താ ഈ പറയുന്നത്? എൻ്റെ അനിയത്തിയെ ജയിലിൽ കയറി കണ്ടപ്പം നിനക്കിപ്പോൾ സമാധാനമായി കാണുമല്ലോ. ആനന്ദേട്ടൻ എന്ത് വേണമെങ്കിലും എന്തു പറഞ്ഞോ, പക്ഷേ മീനു എൻ്റെ അനിയത്തിയാ, അവൾക്ക് ദോഷം വരുന്ന എന്തെങ്കിലും ഞാൻ ചെയ്യുമെന്ന് ആനന്ദേട്ടൻ എങ്ങനെ പറയാൻ തോന്നി? അവൾക്കൊരു ദോഷം വരുന്ന ഒന്നും ചെയ്യാൻ എനിക്ക് സാധിക്കില്ല. അവളെ എൻ്റെ സ്വന്തം അനിയത്തിയായിട്ടാണ് ഞാൻ കാണുന്നത്. അവൾ ഇവിടുന്ന് പോയപ്പോൾ തൊട്ട് നെഞ്ചുരുക്കുക ഞാനിവിടെ ഇരിക്കുന്നത്. ഓ, നിനക്ക് നെഞ്ചുരുക്കും, നീയും നിൻ്റെ വീട്ടുകാരും ചെയ്തു കൂട്ടുന്നതിൻ്റെ ഫലമൊക്കെ അനുഭവിക്കുന്നേ നിരപരാധികളായിട്ടുള്ള ഈ വീട്ടിലെ ആളുകളാണ്. ആദ്യം ഒന്നും അറിയാത്ത എൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു, ഇപ്പം ആ പാവം പിടിച്ച പെണ്ണിനെയും പോലീസ് സ്റ്റേഷനിൽ കയറ്റി. ഇതിനൊക്കെ കാരണം നീ ഒറ്റ ഒരുത്തിയാ. എന്ന് നീ ഈ വീട്ടിൽ കാലെടുത്ത് വെച്ചോ അന്ന് മുതൽ ഈ കുടുംബത്തിന് ദോഷം തുടങ്ങിയതാ എന്ന് പറയാം. എന്താ ആനന്ദേട്ട ഈ പറയുന്നത്? ഞാൻ കാരണമാണോ
ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? അതെ, നീ ഒറ്റ ഒരുത്തി കാരണമാണ്. പാപങ്ങൾ ചെയ്തു കൂട്ടുന്ന നിന്റെ വീട്ടുകാരുമായിട്ടുള്ള ബന്ധം കാരണമാണ് ഈ കുടുംബത്തിനും ഒന്നൊഴിയാതെ ദോഷങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അനിയത്തെയും ജയിലിൽ കയറ്റിയപ്പോൾ നിനക്ക് സമാധാനമായല്ലോ. നീ നിന്റെ അച്ഛനെ വിളിച്ചു പറ, എല്ലാവരും അങ്ങ് സന്തോഷിക്കട്ടെ എന്ന് പറഞ്ഞ് ആനന്ദ് ദേവിയെ ഒരുപാട് വേദനിപ്പിക്കാനായിട്ടോ. അപ്പോൾ ദേവിക്ക് ഇതൊന്നും താങ്ങാനായിട്ട് സാധിക്കുന്നില്ല. ആനന്ദേട്ടൻ എന്ത് പറഞ്ഞു വേണമെങ്കിലും എന്നെ വേദനിപ്പിച്ചോ, പക്ഷേ എൻ്റെ മീനുവിന് ദോഷം വരുന്നൊരു പ്രവൃത്തി ഞാൻ ചെയ്യുമെന്ന് മാത്രം ആനന്ദേട്ടൻ പറയരുത്. അവൾ എൻ്റെ സ്വന്തം കൂടപ്പിറപ്പാ, അങ്ങനെയും ഞാൻ കണ്ടിട്ടുള്ളൂ എന്ന് പറയാം. ഓ, നിന്റെ ഈ പൂങ്കണ്ണീരിലൊക്കെ വീഴുന്ന ആനന്ദേ മരിച്ചു. ഇനി ഒരിക്കലും നിന്റെ ഈ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ പൂങ്കണ്ണീരിലൊന്നും ഞാൻ വീഴാൻ പോകുന്നില്ല. അവളുടെ ഒരു കണ്ണീര് ഈ കുടുംബത്തിലുള്ള ഓരോരുത്തരായിട്ട് നാശം വരുന്ന കാണുന്ന നിനക്ക് സന്തോഷം ഉണ്ടാകുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് ആനന്ദ് അവിടെ നിന്ന് പോവാ. ആനന്ദിൻ്റെ വേദനിപ്പിക്കുന്ന ഓരോ വാക്കുകളും നമ്മുടെ ദേവിയെ ഒരുപാട് വേദനിപ്പിക്കുകയാണ്. ഇതേ സമയം കാര്യങ്ങളൊക്കെ അറിഞ്ഞ് കൃഷ്ണമംഗലത്തുള്ളവരൊക്കെ വളരെ സന്തോഷത്തിലാണ്. അച്യുതനാണെങ്കിൽ താൻ ഒരു തെറ്റും ചെയ്യാത്ത രീതിയിൽ മീനാക്ഷി കൈക്കൂലി മേടിച്ച് ആയതാണ് എന്നുള്ള രീതിയിൽ ഇന്ദിരാമ്മയോടും എല്ലാവരോടും പറയാണ് കേട്ടോ. അപ്പം അനന്തനും അതുപോലെ തന്നെ നന്ദിനിക്ക് ചെറിയ സംശയം ഉണ്ടാകുന്നുണ്ട്. അമ്മ അറിഞ്ഞോ? അമ്മ ഒരുപാട് പൊക്കിക്കൊണ്ട് നടന്നില്ലായിരുന്നു ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥ ദേവമംഗലത്തെ ആ മീനാക്ഷി, അവളെ കൈക്കൂലി കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് പറയാണ്. മീനാക്ഷിയെ അറസ്റ്റ് ചെയ്യുകയോ? നീ എന്താ ഈ പറയുന്നേ? നിനക്ക് എന്തായാലും അബദ്ധം പറ്റിയതായിരിക്കും. ആ കുട്ടി 1 രൂപ പോലും കൈക്കൂലി മേടിക്കില്ല, നിയമത്തിന് എതിരായിട്ടോ ഒന്നും പ്രവർത്തിക്കുകയില്ല. അതെനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. അതൊക്കെ വെറുതെയാ. ഇവിടെയുള്ള കൃഷ്ണമംഗലത്തുകാരെ വേദനിപ്പിക്കാൻ വേണ്ടി അവൾ വലിയ സത്യഭാമത ചമഞ്ഞു. പക്ഷെ അതിനപ്പുറം കാശ് കണ്ട വീഴാത്തവരായിട്ട് ആരാ ഉള്ളതോ? അവളും മൂക്കും കുത്തി വീണു. അതുകൊണ്ടെന്താ, കൈക്കൂലി മേടിച്ചത് കയ്യോടെ പോലീസ് അങ്ങ് പിടികൂടി. ഇപ്പം പോലീസ് സ്റ്റേഷനിൽ കിടക്കുക. ഇനിയിപ്പം അധികം വൈകാതെ തന്നെ അഴിയെണ്ണും, ജാമ്യം പോലും കിട്ടാൻ പോകുന്നില്ല. ഇങ്ങനെയാ കൈക്കൂലി വാങ്ങുന്ന ആൾക്കാർക്കൊക്കെ ഇത് തന്നെ വിധിച്ചിട്ടുള്ളൂ എന്ന് പറയാൻ കേട്ടോ. അപ്പം കേട്ടതൊന്നും വിശ്വസിക്കാൻ കഴിയാതെ ഇന്ദിരമ്മയും നന്ദിനിയും അച്യുതനെ തന്നെ നോക്കി നിൽക്കുക. എന്തായിരുന്നു അവളുടെ ഒരു അഹങ്കാരം, ഒരു സത്യഭാമ ചമഞ്ഞുള്ള നടപ്പ്. എന്നിട്ടിപ്പോൾ എന്തായി? ഇതൊക്കെ ഇത്രയേ ഉള്ളൂ എന്നും പറഞ്ഞ് അച്യുതൻ തൻ്റെ സന്തോഷം എല്ലാവരോടും പറഞ്ഞ് അർമാദിക്കാൻ കേട്ടോ. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ